ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വാട്സപ്പ് ഹോമിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല ഈ ഒരു പിക്ചർ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഹോമിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ വയ്ക്കുക. ഓൾറെഡി നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പിലൊക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഇതിലുള്ളത്. സോ അത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ വയ്ക്കുക എന്നുള്ളത് GB വാട്സാപ്പിലൊക്കെ അങ്ങനെ അവൈലബിൾ ആണ്. പക്ഷേ നോർമൽ വാട്സാപ്പിൽ അങ്ങനെ അവൈലബിൾ അല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇൻസ്റ്റാഗ്രാം ഭാഗത്ത് നിന്ന്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഈ ഒരു നമുക്ക് ഇഷ്ടമുള്ള പിക്ചറൊക്കെ വെക്കാം എന്നുള്ളത്. ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ഇൻ്റർഫേസിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പറൊക്കെ വെക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ചെറിയ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നമുക്ക് ഈ ഒരു വാട്സപ്പ് ഹോമിൽ വെക്കാവുന്നതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സോ ചെറിയൊരു ട്രിക്കാണ്, ജസ്റ്റ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. സോ ഈ ഇൻ്റർഫേസിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. പോർട്രേറ്റ് മോഡിലും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് മോഡിലും നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഇവിടെ താഴെ നമുക്ക് ഒപ്പാസിറ്റി കുറയ്ക്കാനും കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ നമുക്ക് ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ചെയ്യാം. അത് എത്ര നമുക്ക് ആ ഒരു ഫോട്ടോ എങ്ങനെയാണ് എടുത്ത് കാണിക്കേണ്ടത് അല്ലെങ്കിൽ വിസിബിൾ ആവേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചൂസ് ചെയ്ത് നമുക്ക് വാട്സപ്പ് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് ഹോമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ വയ്ക്കാൻ പറ്റും. ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോൺ മൊത്തം സെറ്റിങ്സ് ആയി അല്ലെങ്കിൽ മൊത്തം വാൾപേപ്പറായി മാറുക എന്നുള്ളതാണ് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നത്. അതായത് നമ്മുടെ ഹോം സ്ക്രീനിലും ഫോണിൻ്റെ ഹോം സ്ക്രീനിലും ഈ ഒരു പിക്ചർ തന്നെ ആവും. സോ ജസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇതിൽ നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ഇറ്റ്സ് മീ അൻഷാദ് അൻഷു സൈനിങ് ഓഫ്.